നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭ അധ്യക്ഷ ആലിഷ് ഷിബുവിനും ഉപാധ്യക്ഷൻ KV പോളിനും ചാലക്കുടി പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. കൊടകര സഹൃദയ കോളേജ് അക്കാദമിക് കൗൺസിൽ അംഗവും US-ലെ സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളിക്ക് 4ാം വട്ടവും ഡോക്ടറേറ്റ് ലഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കോൺഗ്രസിന് ലഭിച്ചു. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭ അധ്യക്ഷ ആലിഷ് ഷിബുവിനും ഉപാധ്യക്ഷൻ KV പോളിനും ചാലക്കുടി പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി. പ്രസിഡന്റ് AG ബാബു അധ്യക്ഷനായി. സെക്രട്ടറി II അബ്ദുൾ മജീദ്, ട്രഷറർ KV ജയൻ ജിജോ എന്നിവർ സംസാരിച്ചു. നഗരസഭ അധ്യക്ഷ ആലിഷ് ഷിബുവും വൈസ് പ്രസിഡന്റ് KV പോളും നന്ദി പ്രസംഗം നടത്തി. വാർഡുകളൊക്കെ വളരെ UDF-ന് ജയിക്കാൻ ടഫായിട്ടുള്ള വാർഡുകളാണ്. ഏറ്റവും ഞാനിപ്പോൾ ചോദിക്കായിരുന്നു, ആദ്യമൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 1, 2, 3 വാർഡുകൾ UDF-ന് കിട്ടി. പിന്നെ അങ്ങനെ കറങ്ങി വന്ന് ഇതിലെ തിരിച്ച് FCI ആ രീതിക്ക് വരുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് മിക്സ് ആവും. ആദ്യം UDF-ന് കിട്ടും, ലാസ്റ്റ് വരുമ്പോൾ LDF-ന് ജയിപ്പിക്കുന്ന വാർഡുകളായിരുന്നു ഈ പറയുന്ന വാർഡുകളൊക്കെ. അപ്പോൾ അത്രയും ടഫായിട്ടുള്ള, അതുപോലെ VR-പുരവും തച്ചുറപ്പറമ്പൊന്നും ഒരിക്കലും UDF ജയിക്കാറില്ല. ഇവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇനിയും ചെയ്തത് കാര്യമുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ അവർക്ക് എല്ലാ അവസരങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചു. അപ്പോൾ 10 എന്നുള്ള നമ്പറിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ ലോകകപ്പ് ഫുട്ബോളിലായാലും പ്രധാന താരങ്ങൾക്ക് കൊടുക്കണ ഒരു നമ്പറാണ് 10. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്പറാണ് ഇപ്പൊ ഭാഗ്യവശാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകളിൽ ആദ്യത്തെ ടൈമിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ചാലക്കുടിയുടെ നഗരസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ പത്രക്കാരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു മാസ്മരിക രീതിയിലായിരുന്നു ആദ്യത്തെ ഭരണം തന്നെ. നമുക്ക് നേരിട്ട് അറിയാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ കേട്ടറിവ് വെച്ച് നോക്കുമ്പോൾ തന്നെ അന്ന് തുടങ്ങി ആരംഭിച്ച ഞാൻ KSRTC കണ്ടക്ടറായിരുന്നു. നിങ്ങൾക്കതറിയാം. ഞാൻ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് പോകുമ്പോൾ അന്ന് കാലത്ത് കൃഷ്ണേട്ടനായാലും ചന്ദ്രേട്ടനായാലും അതുപോലെ തന്നെ TO സെബാസ്റ്റ്യൻ, CK പോള്, അതുപോലെ തന്നെ യമുലാക്ക, സാരു, എല്ലാവരും പത്രവും കവറും കൊണ്ടുവന്ന് ഈ KSRTC കണ്ടക്ടർമാരെ ഇങ്ങനെ കാത്തു നിൽക്കും. എറണാകുളം പോകണം, തൃശ്ശൂർ പോകണം, കാത്തു നിൽക്കും. ചിലർ ഈ കവർ മേടിക്കാൻ ഇഷ്ടപ്പെടില്ല. ചിലർ നിവൃത്തിയിലാണ് വണ്ടി നിർത്തി കിട്ടിയാൽ ഇവർ കണ്ടക്ടറുടെ ബോക്സിലിടും. പലരും ഇത് തിരിച്ചെടുത്ത് KSRTC തൃശ്ശൂർ ഡെപ്പോയിലോ എറണാകുളം ഡെപ്പോയിലോ പത്രക്കാരുടെ ബോക്സിലിടില്ല. പക്ഷെ ഞാൻ വന്ന് നിൽക്കുമ്പോൾ പത്രക്കാരുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങിച്ചെന്ന് കവർ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതി അന്നുണ്ടായി. ഞാൻ അന്ന് കാലത്ത് ഒരു ഒട്ടേറെ പരിപാടികൾ സംഘടിപ്പിക്കുകയും അതിൻ്റെ വാർത്ത കൊടുക്കാനൊക്കെ എറണാകുളത്ത് ഞാൻ നേരിട്ട് ബസ്സിൽ പോകും. കരൂരിറങ്ങും, മാതൃഭൂമിയിൽ നേരിട്ട് പത്രം കൊടുക്കും, വാർത്ത കൊടുക്കും. പനമ്പടിക്കാരിൽ പോയി മനോരമയിൽ കൊടുക്കും, തൃശ്ശൂർ പോയി കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കും. വാർത്തകളൊക്കെ വല്ലാണ്ട് കൃത്യമായിട്ട് വന്നിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോൾ പത്രക്കാരെയും പത്രത്തിനെയും സ്നേഹിക്കുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളായിട്ട് അന്നേ മുതലുള്ള ബന്ധം. പിന്നെ ചന്ദ്രേട്ടനെ സൂചിപ്പിച്ചു 1958 ചന്ദ്രസേനും ഞാനും തമ്മിലാണ് ആദ്യമായിട്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. അന്ന് ഞാൻ 16 വോട്ടിനാണ് പരാജയപ്പെട്ടത്. വീണ്ടും 95 അടുത്ത തിരഞ്ഞെടുപ്പ് 95-ലായിരുന്നു. 95-ലും ചന്ദ്രസേനൻ ചേർന്ന എൻ്റെ എതിർ സ്ഥാനാർത്ഥി. അന്ന് ഞാൻ 2 വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഞാൻ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്. പക്ഷേ ആ പരാജയമല്ല എൻ്റെ ജീവിതത്തിൽ
പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് SFI മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് KSYF, DYFI, CITU അങ്ങനെ വിവിധ മേഖലകളിൽ സ്വതന്ത്ര സംഘടനകളൊക്കെ ഉണ്ടായിരുന്നു. സ്വതന്ത്ര സംഘടന പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ചാലക്കുടിയിലെ മോട്ടോർ തൊഴിലാളി യൂണിയൻ 8 1,000 ഉണ്ടായിരുന്ന മോട്ടോർ തൊഴിലാളി യൂണിയൻ എല്ലാ 67 അംഗങ്ങളെ വളർത്തിയെടുത്ത് സംഘടന ഉണ്ടാക്കിയതൊക്കെ ഞാനാണ്. അദ്ദേഹം എന്നോട് ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു പ്രവർത്തകയ്ക്ക് ഒരു വരുമാനം ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന സേവനത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു പൊതുപ്രവർത്തകയ്ക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തകയ്ക്ക് ഒരു ജോലി അത്യാവശ്യമാണ്. പക്ഷേ അന്നൊന്നും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. എന്നെ 2000 തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഞാൻ ഈ മേഖലയിലേക്ക് ആകും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അദ്ദേഹം അതിലേക്ക് മുമ്പേ തന്നെ ഫീൽഡ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഒരു കുടുംബശ്രീയിലൂടെ വന്ന എനിക്കൊരു ജോലി മാർഗം, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന, വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വീട്ടിലെ ഒരാളെന്ന നിലയ്ക്ക്. അപ്പോൾ പലപ്പോഴും എന്നെ വിളിക്കുമ്പോൾ ഞാൻ ചന്ദ്രനോട് പറയും. കൊടകര സഹൃദയ കോളേജ് അക്കാദമിക് കൗൺസിൽ അംഗവും US-ലെ സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളിക്ക് 4ാം വട്ടം ഡോക്ടറേറ്റ് ലഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യൂറോപ്പിലെ റൊമാനിയയിലെ സർക്കാർ സർവകലാശാലയായ ഗാലറ്റി സർവകലാശാലയാണ് ഇദ്ദേഹത്തിന് ഹോണററി ഡോക്ടറേറ്റ് നൽകുന്നത്. 4 ഡോക്ടറേറ്റ് ലഭിച്ച ജില്ലയിലെ ആദ്യത്തെ വ്യക്തിയും സംസ്ഥാനത്തെ 2ാമത്തെ വ്യക്തിയുമാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ ഔട്ടപ്പള്ളി. 2004 മുംബൈ IIT-യിൽ നിന്നും 2023 ഇംഗ്ലണ്ടിലെ ബ്രൈറ്റൺ സർവകലാശാലയിൽ നിന്നും 2024 കൽക്കത്തയിൽ നിന്നുമാണ് മറ്റ് ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുള്ളത്. വാർത്താസമ്മേളനത്തിൽ ഫാദർ ബിനോയ് നെരേപ്പറമ്പൻ, ഡോക്ടർ P. രമ, ഡോക്ടർ ജസ്റ്റിൻ പോൾ എന്നിവർ പങ്കെടുത്തു. ജസ്റ്റിൻ പോളിന്റെ ഒരു അച്ചീവ്മെന്റ് നമ്മൾ ഡിക്ലെയർ ചെയ്യാനും ഒന്ന് പരിചയപ്പെടുത്താനും കൂടെയാണ്. നമ്മുടെ ഡോക്ടർ ജസ്റ്റിൻ പോൾ, നമ്മുടെ സ്വന്തം നാട്ടുകാരനായ ഡോക്ടർ ജസ്റ്റിൻ പോൾ 4ാമത്തെ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. നമ്മൾ ഇന്റർനെറ്റിലും AI സോഴ്സുകളിലും ഒക്കെ സെർച്ച് ചെയ്തപ്പോൾ കേരളത്തിൽ 4 ഡോക്ടറേറ്റ് ഉള്ള 2ാമത്തെ വ്യക്തിയാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ. 1ാമത്തെ വ്യക്തി ഡോക്ടർ ശശി തരൂരാണ്. ശശി തരൂര് ആദ്യത്തെ ഡോക്ടറേറ്റ് അദ്ദേഹം PhD തീസിസ് പ്രബന്ധം അവതരിപ്പിച്ച് കിട്ടി. മറ്റ് 3 ഡോക്ടറേറ്റുകൾ ഓണററി ഡോക്ടറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അതുവരെയുള്ള കോൺട്രിബ്യൂഷൻസിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്. മലയാളിയും തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ വ്യക്തിയും എന്നത് കൂടാതെ മറ്റത്തൂർ എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിന് ഒരുപാട് അഭിമാന നിമിഷങ്ങൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ ജസ്റ്റിൻ പോൾ എന്ന് പറയുന്നത്. പിന്നെ സാറിന്റെ ഈ നേട്ടത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു സന്തോഷവും അഭിമാനവും ഉണ്ട്. കാരണം എൻ്റെ PhD തീസിസിന്റെ ഫോറിൻ ഇവാലുവേറ്റർ ജസ്റ്റിൻ സാറായിരുന്നു എന്നുള്ളത് ഞാൻ വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കൂടെ പറയാണ്. അപ്പൊ സാറ് ഇവാലുവേഷൻ നടത്തി എനിക്ക് കിട്ടിയ ഒരു PhDക്ക് ഒരുപാട് മൂല്യം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ജാൻസി പൗലോസിനെയും വൈസ് പ്രസിഡന്റായി സുനിൽ K. മേനോനെയും തെരഞ്ഞെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് എത്രയും സ്നേഹത്തോടെ തന്നെ എല്ലാവരോടും കടപ്പാടും എൻ്റെ രാഷ്ട്രീയ ഗുരുനാഥന്മാരോടും എത്രയും സ്നേഹവും നന്ദി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസ് BJPയും ഒത്തുകളിച്ചു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കോൺഗ്രസിന് ലഭിച്ചു. കോൺഗ്രസ് വിമതയായി മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് പ്രസിഡന്റായി. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കോൺഗ്രസിന്റെ അനൌദ്യോഗിക സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ച 8 അംഗങ്ങൾ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് കോൺഗ്രസിന്റെ വിമതയായി മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് ആയിരുന്നു. രാജിവെച്ച കോൺഗ്രസിന്റെ 8 അംഗങ്ങളും 4 BJP അംഗങ്ങളും ടെസി ജോസിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് വിമതനായി വിജയിച്ച KR ഔസേപ്പിനെയായിരുന്നു LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത്. LDFന്റെ സ്ഥാനാർത്ഥി KR ഔസേപ്പിന് 8 വോട്ടും ടെസി ജോസിന് 11 വോട്ടുകളും ലഭിച്ചു. BJPയുടെ 1 വോട്ട് അസാധുവായി. കോൺഗ്രസ് വിമതരായി മത്സരിച്ച് വിജയിച്ച ടെസി ജോസ്, KR ഔസേപ്പ് എന്നിവരുമായി കോൺഗ്രസ് ധാരണയായിട്ടുണ്ടായിരുന്നു. ഔസേപ്പിനെ പാർലമെന്ററി പാർട്ടി ലീഡറുമാക്കിയിരുന്നു. ഔസേപ്പിനെ LDF അവസാന സമയം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കി കൂടെ കൂട്ടുകയായിരുന്നു.
ചാലക്കുടി ടൗൺ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് പ്രസിഡന്റ് ജോയ് മൂത്തടൻ അധ്യക്ഷനായി. ബാങ്കിന്റെ ആദ്യകാല അംഗങ്ങളെ സനീഷ് കുമാർ ജോസഫ് എം.എൽ.എ ആദരിച്ചു. സെക്രട്ടറി സോയ് പോൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുൻ പ്രസിഡന്റ് എം അനിൽകുമാർ, ഡയറക്ടർ സാജൻ വി സലാം, ബിജു പുത്തിരിക്കൽ എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ചാലക്കുടിയുടെ പൊതുമണ്ഡലത്തിൽ എപ്പോഴും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സഹകരണ പ്രസ്ഥാനമാണ്. ഇന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിലേക്ക് ഉള്ള സ്വാധീനം നമുക്ക് എല്ലാവർക്കും അറിയാം. സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക്, കർഷകർക്ക് എല്ലാം, അതുപോലെ ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ആശ്രയിക്കുന്ന അല്ലെങ്കിൽ ഇടപെടുന്ന മേഖലയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ഇവിടെ ചെറിയ തൊഴിൽ സംരംഭങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള നിരവധിയായ മേഖലകളിൽ നിന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 1 കോടി 1.5 കോടി രൂപയോളം ലാഭമുണ്ടാക്കിയ ബാങ്കാണ്. കഴിഞ്ഞ ഒരു കാലഘട്ടം സഹകരണ മേഖല വലിയ പ്രതിസന്ധികൾ. തൃശൂർ ജില്ലാ പഞ്ചായത്ത് 12ാമത് പ്രസിഡന്റായി വാഴാനി ഡിവിഷനിൽ നിന്നുള്ള മേരി തോമസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആകെ പോൾ ചെയ്ത 30 വോട്ടുകളിൽ 21 വോട്ടുകളും നേടിയാണ് മേരി തോമസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. ഫലപ്രഖ്യാപനത്തിന് ശേഷം വരണാധികാരിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പ്രസിഡന്റിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാഴാനി ഡിവിഷനിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് മേരി തോമസ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച പുത്തൂർ ഡിവിഷനിൽ നിന്നുള്ള EA ഓമനയ്ക്ക് UDF 9 വോട്ടുകൾ ലഭിച്ചു. സത്യപ്രതിജ്ഞ ചടങ്ങിൽ റവന്യൂ മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ടോബി ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടകരയിൽ സ്വതന്ത്രനെ പ്രസിഡന്റാക്കി UDF ഭരണം പിടിച്ചെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ജോയ് നെല്ലിശ്ശേരിയെ പ്രസിഡന്റാക്കി കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തു. 5 അംഗങ്ങളുള്ള BJP വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. CPM-ലെ CM ബബീഷാണ് ജോയ്ക്കെതിരെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി, മറ്റു ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ എല്ലാവർക്കും നമസ്കാരം. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അടുത്ത 5 വർഷക്കാലം കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരമാവധി ഇന്ന് തെരഞ്ഞെടുത്ത എല്ലാ ജനപ്രതിനിധികളൊപ്പം നിന്നുകൊണ്ട് കഴിവിന്റെ പരമാവധി അത് പ്രയോജനപ്പെടുത്തും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത, ഈ തെരഞ്ഞെടുപ്പ് നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് പരിശ്രമിച്ച എല്ലാ ജനപ്രതിനിധികളോടും അതോടൊപ്പം തന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റായി പോളി പുളിക്കലെയും വൈസ് പ്രസിഡന്റായി ഹൈമാവതി ശിവനെയും തിരഞ്ഞെടുത്തു. ഇരുവരും LDF പ്രതിനിധികളാണ്. കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ലീല സുബ്രഹ്മണ്യനെയും വൈസ് പ്രസിഡന്റിനായി ജോബി മാനുവലിനെയും തിരഞ്ഞെടുത്തു. ഇരുവരും UDF പ്രതിനിധികളാണ്. കാടുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റായി KC മനോജിനെയും വൈസ് പ്രസിഡന്റായി മോളി തോമസിനെയും തിരഞ്ഞെടുത്തു. ഇരുവരും UDF പ്രതിനിധികളാണ്. സംസ്ഥാനത്ത് 1 ലക്ഷം രൂപ കടന്ന സ്വർണ്ണവില. റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. പവന് 880 രൂപയാണ് വർദ്ധിച്ചത്. 1,03,560 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 110 രൂപയാണ് വർദ്ധിച്ചത്. 12,945 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ചൊവ്വാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായി 1 ലക്ഷം കടന്നത്. പണിക്കൂലിയും നികുതിയും കൂടി ചേരുമ്പോൾ വില ഇനിയും ഉയരും. ചൊവ്വാഴ്ച പവന് 1,760 രൂപ വർദ്ധിച്ചതോടെയാണ് സ്വർണ്ണവില ചരിത്രം കുറിച്ചത്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 95,680 രൂപയായിരുന്നു 1 പവൻ സ്വർണത്തിന്റെ വില. 9-ന് 94,920 രൂപയായി ഇടിഞ്ഞ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ എത്തിയ സ്വർണ്ണവില പിന്നീടുള്ള ദിവസങ്ങളിൽ വില ഉയരുന്നതാണ് ദൃശ്യമായത്. രൂപയുടെ മൂല്യവും US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറച്ചതും ഓഹരി വിപണിയിലെയും ആഗോള വിപണിയിലെയും അസ്ഥിരതയും അടക്കമുള്ള വിഷയങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി നഗരസഭ അധ്യക്ഷ ആലിഷ് ഷിബുവിനും ഉപാധ്യക്ഷൻ KV പോളിനും ചാലക്കുടി പ്രസ് ക്ലബിൽ സ്വീകരണം നൽകി.
കൊടകര സഹൃദയ കോളേജ് അക്കാദമിക് കൗൺസിൽ അംഗവും US-ലെ സർവകലാശാല പ്രൊഫസറുമായ ഡോക്ടർ ജസ്റ്റിൻ പോൾ അവിട്ടപ്പിള്ളിക്ക് 4ാം വട്ടവും ഡോക്ടറേറ്റ് ലഭിച്ചതായി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചു. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ കോൺഗ്രസിന് ലഭിച്ചു. സംസ്ഥാനത്ത് 1 ലക്ഷം കടന്ന സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ചുള്ള കുതിപ്പ് തുടരുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.